ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി 2 ദിവസം മുമ്പ് നമ്മുടെ ജൂപ്പിറ്റർ എഡ്ജ് CSB ക്രെഡിറ്റ് കാർഡ്, അതായത് UPI ക്രെഡിറ്റ് കാർഡ് നമുക്ക് അപ്രൂവ് ആയി നമ്മളോട് വീട്ടിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയിക്കും, നമ്മുടെ നോർമൽ UPI ക്രെഡിറ്റ് കാർഡിനൊന്നും ഫിസിക്കൽ കാർഡ് അവൈലബിൾ അല്ല. പക്ഷേ ജൂപ്പിറ്റർ എഡ്ജ് ക്രെഡിറ്റ് കാർഡിന് നമുക്ക് ഫിസിക്കൽ കാർഡ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഫിസിക്കൽ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ആക്ച്വലി ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പാക്കേജിങ് വരുന്നത്. നമ്മുടെ ജൂപ്പിറ്റർ എഡ്ജ് കാർഡിൻ്റെ വലിയ കാര്യമായിട്ടൊന്നും സംഭവങ്ങളൊന്നും ഇല്ല. ഞാനിത് കാണിച്ചു തരാം. പാക്കേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു വെൽക്കം ലെറ്ററും അതുപോലെ തന്നെ അതിൽ തന്നെ കാർഡും ഉണ്ടായിരിക്കും. വേറെ സംഭവങ്ങളൊന്നുമില്ല. നിങ്ങൾക്കറിയാം, ഇതൊരു ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. അതുപോലെ തന്നെ CSB ബാങ്കാണ്, അതായത് കാത്തോലിക് സിറിയൻ ബാങ്കാണ് നമുക്ക് ഈ കാർഡും സംഭവങ്ങളൊക്കെ തരുന്നത്. പറയുമ്പോൾ ജൂപ്പിറ്റർ ആപ്പാണ് ഇത് ഫുള്ള്. നമുക്കതിൽ എന്താ പറയുക, മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്രൂവൽ ആയപ്പോൾ ഉള്ള സംഭവം നമുക്ക് ആക്ച്വലി അത്യാവശ്യം സിബിൽ സ്കോർ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻകം പ്രൂഫ് ഇല്ലാണ്ട് തന്നെ സുഖമായിട്ട് കിട്ടുന്ന ഒരു വൺ ഓഫ് ദ ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ജൂപ്പിറ്റർ എഡ്ജ് ക്രെഡിറ്റ് കാർഡ് എന്താ വെച്ചാൽ ഇതൊരു കോബ്രൻ്റെ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ഞാൻ അഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പറയാം. ഇങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ലെറ്റർ വരുന്നത്. അപ്പോൾ ഞാൻ അഡ്രസ്സും സംഭവങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസും സംഭവങ്ങളൊക്കെ ആയിട്ട് കാണാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് കാർഡ് വരുന്നത്. കാർഡ് നിങ്ങൾക്ക് അറിയിക്കും, ഇതൊരു ട്രാൻസ്പാരൻറ്റ് കാർഡാണ്. പിന്നെ കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കോഡും നമുക്ക് അതിലുണ്ട്. അതല്ലാണ്ട് വേറെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാനിതൊന്ന് കാർഡ് നിർക്കട്ടെ. കാർഡ് എന്തായാലും ഒരു വെറൈറ്റി കാർഡാണ്, അത് വേറെ കാര്യം. ഞാൻ കാർഡ് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ സംഭവത്തിനുള്ളിൽ, വേറെ ഒന്നും ഇല്ല. കണ്ടോ, ഇതാണ് കാർഡ്. ഞാൻ അവിടെ ഒരു ആക്ടിവേഷൻ കോഡ് ഉണ്ട്, അത് കാരണം ഞാൻ അത് മറച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ കാർഡ് സെപ്പറേറ്റ് എടുത്ത് കാണിച്ചു തരാം. ഇതിൽ QR കോഡ് ഉണ്ട്. അതിൽ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ആ കോഡ് അടിക്കാനുള്ള സംഭവം കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓഫേഴ്സും സംഭവങ്ങളൊക്കെ അവർ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ചൂസ് വേർ യു വാണ്ട് ടു ഏൺ 2%. കണ്ടോ, നമുക്ക് ഈ 3 കാറ്റഗറി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 3 കാറ്റഗറിയിൽ നമുക്ക് 2% ഏൺ ചെയ്യാൻ പറ്റും. ജ്വൽസ് ആയിട്ടാണ് കിട്ടുക, അതായത് ഇവരുടെ ഒരു റിവാർഡ് കോയിൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഷോപ്പിംഗ് കാറ്റഗറിയിൽ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ട്രാവൽ കാറ്റഗറിയിൽ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, ഡൈനിങ് കാറ്റഗറീസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം കേട്ടോ. നമുക്ക് UPI പേയ്മെൻറ്റ്സിനും കിട്ടും, അതുപോലെ തന്നെ കാർഡ് സ്വൈപ്പിംഗ് പേയ്മെൻറ്റ്സിനും കിട്ടും കേട്ടോ. പിന്നെ നമുക്കിത് ലൈഫ് ടൈം ഫ്രീ ആണ്. അതുപോലെ തന്നെ അഷ്യൂർഡ് ക്യാഷ് ബാക്ക്, ഫ്ലാറ്റ് 0.4% ക്യാഷ് ബാക്ക് ഓൺ ഓൾ അതർ UPI ക്രെഡിറ്റ് കാർഡ് സ്പെൻസ്. ഇതല്ലാണ്ട് ബാക്കി എല്ലാത്തിനും 0.4% ആണ്. അത് കുറവാണ്, എന്നാലും പോട്ടെ. പിന്നെ ക്ലെയിം ഈ ഒരു വെൽക്കം ഗിഫ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി നമ്മൾ UPI പേയ്മെൻറ്റും അതുപോലെ തന്നെ സ്വൈപ്പിങ്ങും ഒരുമിച്ച് 2 കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 250 രൂപയുടെ ഒരു വൗച്ചറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. വേറെ കാർഡിൽ സംഭവമൊന്നുമില്ല. ഇതിൽ ആക്ച്വലി നോർമലി വരുന്ന പോലെ വെൽക്കം ലെറ്ററിൽ നമ്മുടെ എന്താ പറയുക, ലിമിറ്റും കാര്യങ്ങളൊന്നും ഇതിൽ വന്നിട്ടില്ല കേട്ടോ. ഞാൻ ലിമിറ്റ് ഓൾറെഡി കാണിച്ചു തന്നെ. എനിക്ക് 1.5 കിട്ടിയിട്ടാണ് ലിമിറ്റ്, കുറവാണ് എന്നാലും. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡിൻ്റെ കൊള്ളാം. കണ്ടോ, ഇത് ട്രാൻസ്പാരൻ്റ് ആണ്. നിങ്ങൾക്ക് എന്നോട് കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇത് ട്രാൻസ്പാരൻ്റ് ആണ്, എൻ്റെ കൈ കാണുന്നുണ്ടോ. ഇത് ട്രാൻസ്പാരൻ്റ് ആണ്. ബാക്ക് സൈഡിലാണ് നമ്പറും കാര്യങ്ങളൊക്കെ വരുന്നത്. കാർഡിൻ്റെ ഒരു ഡിസൈൻ സൂപ്പർ ആയിട്ടുണ്ട്. എനിക്കൊരു വെറൈറ്റി ഡിസൈൻ പോലെ തോന്നുന്നുണ്ട്. അതിൻ്റെ എന്താ പറയുക, കാർഡ് നിങ്ങൾക്ക് അറിയാം നോർമലി NFC-യുടെ കണക്ഷനൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കാണാൻ കണ്ടു. കണക്ഷൻ വരുന്നതാണ് NFC-യുടെ ചിപ്പാണ് ഇതൊക്കെ. അപ്പോൾ ആ ചിപ്പിൻ്റെ അവിടേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് കാർഡ് കിട്ടുക. അപ്പോൾ സംഭവം കൊള്ളാം. ലൈഫ് ടൈം ഫ്രീ ആണ്. അപ്പോൾ എന്താ പറയുക, ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. ട്രൈ നോക്കാൻ മറക്കണ്ട. നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ സെറ്റപ്പിൻ്റെ റഫറൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സിബിൽ സ്കോർ ആയാൽ മതി, നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പോരാത്തതിനും ജൂപ്പിറ്റർ അക്കൗണ്ട് നിങ്ങൾ നല്ലോണം ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ എന്തായാലും തിരിച്ചു വെക്കട്ടെ കേട്ടോ. അപ്പോൾ മൈൻഡ് അപ്പ് ചെയ്താലോ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ കണ്ടുപോകുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.